ഇന്നെന്താ ഇമ്മാക്ക് തിന്നും കുടിച്ചൊന്നും വേണ്ടേ എന്നിട്ട് അപ്പുറത്ത് പോയി കുത്തിരിക്കണത്? ആ അത് താത്താര് പോയതല്ലേ, അതതിൻ്റെ കാരം. ആ അത് ശരിയാ, ഓലുണ്ടായപ്പോഴുള്ള ഉമ്മയല്ല അത്. ഇപ്പൊ ഒരു ഒച്ചയില്ല, വിളിയില്ല. ഇമ്മ നിങ്ങൾ എവിടെയാണ്? എത്തേ ഞാൻ ഇവിടെ ഉണ്ട്. എത്താ അവിടെ നിന്ന് ഒറ്റ കുത്തിരിക്കണ്? ഞാൻ ഇവിടെ കുത്തിർന്നോണ്ട് അനക്കിപ്പോ എന്താ വല്ല അടച്ചില്? എന്റെ കുട്ടികൾ പോയില്ലേ? ഓ ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ നിങ്ങളെ കുട്ടികൾ വരുന്നും പോണതും. ഇത്ര സങ്കടപ്പെട്ട് കുത്തിരിക്കാനേ ഓല അടുത്ത പൂട്ടിന് ഇങ്ങോട്ട് വരൂലേ? ആ ഇങ്ങക്ക് രണ്ടാക്കേ അങ്ങനെ പറഞ്ഞിട്ട് ഒഴിഞ്ഞാതി. ഇതും പറഞ്ഞിട്ട് സമാധാനിച്ചാ മതി. അടുത്ത പൂട്ടിന് വരുമല്ലോ, അടുത്ത ഒഴിവിന് വരുമല്ലോ എന്ന്. ഇച്ചലപ്പോ ഇതിന്റെയൊക്കെ വേദന എന്റെ കുട്ടികളല്ലേ. അയറ്റുണ്ടായപ്പോ അയറ്റോടൊന്ന് ചൊകരും ചിലപ്പോ മുണ്ടി പറയാനും കൂടി ഓന് നേരല്ല. പൈറ്റങ്ങളെ പോക്കും കഴിഞ്ഞപ്പോ ഇങ്ങളെയും പോക്ക് അങ്ങോട്ട് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങക്ക് ചൊകര് കുത്തിറക്കാനായില്ലേ? ഓ വല്ലാത്തൊരു കഥ തന്നെയാണ്. അയറ്റങ്ങൾക്ക് ആകെ ഒരു ആങ്ങളുള്ളതാണ്. ആങ്ങൾക്ക് ഇപ്പൊ പെങ്ങന്മാരോട് വേണ്ടാതെ അയക്കുക. എങ്ങനെ കഴിഞ്ഞെന്ന പേരേത്? ഓ എത്തൊക്കെ ഇമ്മങ്ങൾ ഇപ്പൊ അറിയണത് അവിടുന്ന്. ഏതായാലും നിങ്ങളത്ര വേജാറും ബത്തപ്പാടേ ഇന്റെ പെങ്ങന്മാർക്കില്ല അവിടെ ഇറങ്ങിപ്പോയെ. ഇജ് എത്തൊക്കെ പറഞ്ഞാലേ ഇജ് കാട്ടിയത് സുബൈറെ പറ്റ മോശമായിക്കണേ. അനക്കാകെ വിരലിനുള്ള മാത്രമുള്ള 2 പെൺകുട്ടികൾ പെൺമക്കളല്ലേ ഉള്ളു ഈ പെരയില്. അയറ്റളെ ജെത്ത കാട്ടിക്കണത്. പൂവിക്കോ ഒന്നും കൊടുത്തില്ല. എന്നാ സുലു ഇപ്പൊ ഈ കോലത്തിൽ നിക്കല്ലേ, എന്നിട്ട് ജെത്ത കാട്ടിക്കണത് 16 ഉറുപ്യ 10,000 ആ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിനോളെ. ഓൾക്കത് ചൊകരും ചെറുക്കൊരു ഇപ്പം മുളക് വാങ്ങാണ്ടടാ. ഇമ്മ നിങ്ങൾ ഇനി വെറുതെ പിരാൻ തളിപ്പിച്ചാൽ നിൽക്കണ്ട. നിങ്ങളെല്ലാരും കൂടി അവിടെ നിൽക്കണ ഇനി എത്ര ഇങ്ങോട്ട് വിളിച്ചിരുത്തിക്കണത്? ഇജല്ലാതെ വേറെ ഒരുത്തണ്ട് ഈ പെരേക്ക് വരാനും പോകാനും. ആ കുടുംബം കുട്ടികളൊന്നും മാണ്ടാച്ചിട്ടേ അവിടെ കടന്ന് മരിച്ചാൽ മതിയേനെ. ഇവിടെ വന്ന് കേറിയപ്പോ തുടങ്ങിയതാണ് ഇങ്ങനെ. എന്നോട് പെത്താ സുബൈറ ഇമ്മ ദേഷ്യപ്പെടാൻ മാത്രം പറഞ്ഞിക്കണത്? ഇവിടെ ഉള്ളവരെ കാര്യല്ലേ പറഞ്ഞിക്കണത്. ഇവിടുത്തെ എന്റെ പെങ്ങന്മാരെയും എന്റെ ഇമ്മാന്റെയും കാര്യം പുറമക്കാരും വന്ന് കണ്ട് നോക്കുക. ഇജ് ഇത്രക്ക് ദേഷ്യപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഏത് നേരം പൈസ പൈസ പൈസ. ഇത് ഞാൻ എങ്ങനെ അവിടെ ഉണ്ടാക്കണമെന്ന് നിശ്ചയുണ്ടോ? നിങ്ങൾ ഇന്റെ സുഖം വല്ലത് അന്വേഷിക്കണ്ട. അനക്കിപ്പോ എന്താ സുഖത്തിന് ഇപ്പൊ അവിടെ ഒരു കുറവുള്ളത്? ഇജ് ഒരു ദിവസം 2-3 വട്ടം വിളിച്ചിട്ടില്ലേ? അപ്പൊ എനിക്കൊരു കുഴപ്പമില്ല നല്ല സുമയ പറയല്. ആ അതാ ഞാൻ പറഞ്ഞത്. ഓളല്ലാതെ എന്റെ സുഖവിവരം നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണോ? ഓ എടാ, കുടുംബം പോറ്റി പോരണെങ്കിലേ ഇത്തിരി നയിപ്പന്നെ എടാ. അതിനെ ആണുങ്ങൾ നല്ലോണം നയിച്ചെന്നെ മാണം. പിന്നെ എത്തിനച്ച് ദുബായിക്കാന്ന് പറഞ്ഞ് പോയിക്കണത്. അവിടെ നല്ലോണം ഭാര്യ കൊണ്ടുവരണ്ടെന്ന് എത്തിക്കാണ്ടോ? നിങ്ങളെ ഇപ്പേ ഇതിലേറെ നയിച്ചുകാണ്ടാണേ ഇനി നിങ്ങൾ 3 മക്കളെയും കൂടി പോറ്റിക്കണത്. ഇജാതി കണക്കും കജ്ജൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. തിന്നാൻ തന്നിട്ടുള്ളൂ പള്ള അരച്ചും. അത് എവിടുന്നാണ് എങ്ങനെയാണെന്നൊന്നേ പെരേല് നിക്കണേ ഇമ്മാനി മക്കളെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ അനക്കൊരു കാര്യം വന്നപ്പോ അനക്കിപ്പോ കണക്കും കജ്ജും പറയാൻ തുടങ്ങിയില്ലേ ജി? ഇമ്മ നിങ്ങളൊന്നും മുണ്ടാന്നാണ്, മനുഷ്യന്മാര് കേൾക്കും. അകത്തുകൂടെ പോരി. ചെറുക്കനാകെ അങ്ങോട്ട് മാറി മറിഞ്ഞിക്കണ്. ഇമ്മാ പെൺകുട്ടികള് പെങ്ങന്മാര് പറഞ്ഞ് കഴിഞ്ഞ ചെറുക്കനാ. ഓനിപ്പോ പെരേത്തെ ഒരു വിവരവും കേക്കാതെ ഒന്നും ഓന് കേക്കണ്ട. ആ പൂവിയേ, ആ തന്നെ ഇമ്മാന്റെ കജ്ജി തന്നെ ഉണ്ട് ഫോണ്. ഇമ്മ വിളിച്ചട്ടടി? ഇല്ലേ, ഓൻ ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ, ഇമ്മ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇമ്മാക്ക് ഇപ്പേ ഇമ്മാന്റെ പെമ്മാക്ക് കൊടുത്ത ഓരി പോരായിട്ടേ അതിനുള്ള ദേഷ്യമാണ് ഇഞ്ഞോട്. അത് ഞാൻ വഴി കണ്ടുകണ്. എന്തു വജ്ജ്? ഞാൻ ഈ നാട്ടിക്ക് വരില്ല. പോയാല് നാട്ടിക്ക് വന്നോടല്ലേ പ്രശ്നം. ഞാൻ എത്താലും ഞാൻ അവിടെ കൂടാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വജ്ജ് കണ്ടിക്കണ്. വേഗം എനിക്ക് കൂടെയുള്ള ടിക്കറ്റ് റെഡി ആക്കിക്കോളി. ഞാനും പോരാണ് നിങ്ങളൊപ്പം. നിങ്ങളില്ലാതെ എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കണത്? ഇത്രയും കാലം നിങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി കാത്തു നിന്നതാ. എന്നിട്ടിപ്പോ പറയണുണ്ടില്ലേ ഇങ്ങോട്ട് വരൂല എന്ന്. എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാനും പോരാണ്.
എടി ഞാൻ ഇമ്മാനെ തണുപ്പിച്ചാൻ വേണ്ടി പറഞ്ഞല്ലേ. ആ അപ്പൊ അത് ശരി, അനക്ക് പോളയും കൂടി അത് കൊണ്ടോണല്ലേ? അല്ല ഇജ്ജ് ഓളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ പെരുത്ത മരക്കളുണ്ടെങ്കിൽ ഇവിടുത്തെ പണി നോക്കാനും ഇഞ്ഞ നോക്കാനൊക്കെ എത്തപ്പോ വിചാരം? ഇത് രണ്ടാളും കൂടിയിട്ടുള്ള ഒരു കളി തന്നെയാണ്. ഇമ്മ നിങ്ങൾ വെറുതെ ഇതാപറം വായിക്കാൻ നിൽക്കണം കേട്ടോ. വയസ്സാനോട്ടുള്ള സ്വഭാവം നാസായി വരികയാണ്. ഹാ എടാ, അനക്കും എന്റെ ഭാര്യക്കേ ഇനി ഇന്റെ സ്വഭാവം പറ്റണില്ലെങ്കിലേ മാണ്ടടാ. എനിക്ക് 3 മക്കളാ. ഇന്റെ 2 പെൺകുട്ടികളും ഇഞ്ഞ കൊണ്ടുപോയിട്ടേ മാറി മാറി നോക്കിക്കോളൂ. പെൺകുട്ടികൾക്ക് തള്ളാരെ മാണ്ടാതാവൂല. പെൺകുട്ടികൾക്ക് തള്ളാരെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാകുള്ളൂ. ആ നോക്കും നോക്കും. എവിടെ പോയാലും ജയ് സ്വഭാവല്ലേ കാട്ടുങ്ങള്. ഇങ്ങളൊന്നും ഉണ്ടാതെ നിന്നോക്കാണേ. ഇമ്മാക്കല്ലെങ്കിലും ഇമ്മാന്റെ പെമ്മക്കളെ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളു വേറെ ആരും. എന്നിട്ട് തന്നെ ഉള്ളു നിങ്ങള് വെറും പൈസ ഉണ്ടാക്കാനും കൊടുക്കാനുള്ള ഒരു യന്ത്രാണ്. ആ അതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. ഇമ്മാനേ അനക്കല്ലേ മാണ്ടാതായിക്കണത്? അനക്ക് എന്റെ കെട്ടി വെക്കും. ഇഞ്ചെ കുട്ടികളെ ഒന്നൊരു വിളിക്ക വരെ ചെജ്ജട്ടെ. ആയിട്ടെന്നെ കൊണ്ടുപോയി നോക്കണ്ടേ കണ്ടജി. ആ ഇന്നങ്ങളെ ഈ പോക്ക് പോകുകയാണെച്ചേ നിങ്ങളെ പെൺകുട്ടികളെ നിങ്ങളെ നോക്കേണ്ടി വരും. ആ നോക്കട ഐറ്റങ്ങള്. അന്റെ അൽക്കേ ഇങ്ങനെ നോക്കണേനൊന്നും കണക്കും കജ്ജും പറയൂല. അവനാന്റെ തള്ളാരും അവനാന്റെ പെങ്ങന്മാരും ആണെന്നുള്ളേ ബോധം വേണം മനസ്സിന്. അതെ ആ മക്കൾക്ക് വേണം. അതില്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഓൾക്കേ ഓന്റെ മൂട്ടിൽ കൂടെ അടക്കുകയാണ്, അല്ലാതെ ഓളെ മൂട്ടിൽ കൂടെ അല്ല. എന്നാലല്ലേ തെണ്ടി അടക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പം എത്താ ഓന് പെൺകുട്ടികളെ നോക്കേണ്ടി വരും പറഞ്ഞേ. അല്ല ഇജ്ജിപ്പത്ത അങ്ങനെ പറഞ്ഞത് എത്തപ്പ അതിന്റെ അർത്ഥം? അതും കൂടി ഒന്ന് പറഞ്ഞ. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ നിങ്ങൾക്കൊരു ശല്യമാണില്ല. ഞങ്ങൾ പോയി തരാ. നിങ്ങളെ പെൺകുട്ടികളെ എങ്ങനെയിലൂടെ കഴിഞ്ഞോളി. എടാ ഇജയ് ഓടുക്ക തന്നെ പറയുള്ളൂന്നേ. എനിക്ക് നല്ല നിച്ചുണ്ട്. ഈ ചിറകും തുങ്ങലും വെച്ചേ പറക്കാനായപ്പോ അനക്ക് ഇമ്മിയും വേണ്ട ആരും വേണ്ട. ഇപ്പൊ ജത്തോണം അനക്ക് കാട്ടാനായില്ലേ? അനക്ക് ഒത്താച്ചക്ക ആളും ഉണ്ട്. ഇനി ജത്താച്ച കാട്ടിക്കൊന്നാല്. ഇന്നാലും മൈമാരത്തൊരു കാട്ടലുണ്ടോ? നിങ്ങൾ എത്തൊക്കെയാണ് കാട്ടിക്കൂട്ടണത്? ഇമ്മ ഇങ്ങളെ ഫോൺ അടിച്ചിനി. കണ്ടില്ലേ ഇഞ്ച കുട്ടിയാണ് വിളിച്ചിക്കണത്. ഇപ്പട് പറഞ്ഞിട്ടുള്ളൂ ഇഞ്ച കുട്ടികളെ കാര്യം ഞാന്. ഐറ്റങ്ങൾക്കേ ഇമ്മാന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ 24 മണിക്കൂറും. അല്ല ഇജിപ്പോ ഇങ്ങനെ മുണ്ടാതെയും പിടിച്ചാതെയും നിന്നിട്ട് രണ്ടാളും കൂടി ഒത്തുള്ളൊരു നാടകേനില്ലേ ഇത്? എന്നാലെടാ എനിക്ക് എന്റെ ഇമ്മാനോടൊക്കെ എങ്ങനെ ചെജ്ജാൻ തോന്നണത്? ഇങ്ങൾ രണ്ടാളും ഇട്ടെറിഞ്ഞ് പോയി നെദ്ദിയാണ്ടേ ഈ ഇമ്മേ കുടുങ്ങാൻ പോണില്ല. ഈ പെരയും മുതലൊക്കെ ഇപ്പൊ ഇമ്മാന്റെ പേരിലാണ് ആക്കി വെച്ചിക്കണത്. നിങ്ങളെ എവിടുക്കാച്ചാ പോയിക്കോളി. ഏതായാലും തെണ്ടി തിരിഞ്ഞ് മതിയാവുമ്പേ പെരയും കൂടി ഓർമ്മ ഉണ്ടാകുമല്ലോ. പെരീക്കന്നെ വരുമല്ലോ. അയ്യമ്മ എന്തൊരു സ്വഭാവം അത്. നിങ്ങളിങ്ങനെ സ്വഭാവങ്ങളെ കൂട്ടുകാർക്കൊന്നുമില്ലല്ലോ. എത്താ ഈ പെണ്ണ് വിളിച്ചണേ. എടാ ഒന്നാ ഫോണെടുത്തുകാണ്ടേ ആ പെൺകുട്ടിയൊക്കെ ഒന്ന് വിളിച്ചോക്കിയാ. ജിന്നോട് ഇങ്ങനെ 4 നാവും പറഞ്ഞ് കുത്തിറക്കുണ്ടല്ലോ. ആ കുട്ടികളൊന്ന് വിളിച്ചോക്കിയാ. നീച്ചവിടുന്ന് എത്തുട്ടിയേ. ആ ഇവിടെ ഉണ്ട്. ഓനെടുക്കാ പോണത്. ആ ഇമ്മേ വിളിച്ചാണ് ഉമ്മാക്ക് അപ്പോഴേക്കും ഓരോന്ന് പറഞ്ഞപ്പോ അവിടെ വർത്താനം പറഞ്ഞു കൊടുത്തിരുന്നു. അതെ ഇജിപ്പോ എത്തിനാ വിളിച്ചേ? അല്ല നിങ്ങളെ എത്രമാത്രം ആലോചിച്ചത്? എപ്പ തുടങ്ങിക്കണ്? അല്ല ഞാൻ ഒന്ന് ആലോചിച്ചേന്നു. ഞാൻ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരാഴ്ചയിട്ടുള്ളൂ. അപ്പത്തിനോട് ഇത്ര പുകയില്. അപ്പം ഞാൻ ഇല്ലാത്ത ടൈമിൽ
ഇങ്ങനത്തെയാണ് അമ്മ എത്തൊക്കെ നടന്നിട്ടുണ്ടാവും ഇവിടെ. ഞാൻ വിളിച്ചുമ്പോഴൊക്കെ ചെത്ത പറയല് ഒരു കുഴപ്പമില്ല. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണ്? അല്ല ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മാത്രമാണ് ഈ പ്രശ്നം? അത് പിന്നെ നിങ്ങൾക്ക് അറിയണ്ടല്ലേ ഇമ്മാൻ്റെ സ്വഭാവം. നിങ്ങളെ സ്വന്തം ഇമ്മല്ലേ, അപ്പം പിന്നെ നിങ്ങളില്ലാത്തപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഞങ്ങൾക്കറിയാം. അതെങ്ങനെ? അതെങ്ങനെയാണോ, ഭർത്താക്കന്മാർ ഗൾഫിൽ പോയിക്കണമെങ്കിൽ ചില പെണ്ണുങ്ങളാരൊക്കെ അവസ്ഥ ഇതന്നെക്കാരം. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തും പുറത്തും ഒക്കെ നിൽക്കാം, തന്നാലെ പഠിച്ചു. നിങ്ങൾ പിന്നെ ഇത് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ. വെറുതെ എന്തിനാ അവിടെ കിടന്ന് നയിച്ചണേ? നിങ്ങളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ സങ്കടപ്പെടുത്തുന്നത്. ശരിക്കുള്ള പുകില് കാണണമെങ്കിൽ താത്താരും കൂടി വരണം. അപ്പൊ ശരിക്കും ഒരൊറ്റപ്പാടൽ തന്നെയാണ് പോണ വരെ. ഇമ്മക്ക് താത്താരും കുട്ടികളും മതി. പിന്നെ മുണ്ടാട്ടവും ഇല്ല, പറച്ചിലും ഇല്ല, തിന്നലും കുടിച്ചലും ഒക്കെ ഒരു കണക്കേക്കാരം. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങള് ചില പെണ്ണുങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിച്ചിക്കണെന്ന്. അപ്പൊ അണക്ക് ഇതൊക്കെ ശീലായിക്കണല്ലേ? ഞാൻ പോയിട്ടിവിടെ പലതും നടന്നിക്കണല്ലേ? അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞല്ലേ നടക്കുള്ളൂ.